സ്ട്രീം ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ഭ്രമയുഗത്തിൻ്റെ ആദ്യ 10 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ലൈക്സും നിങ്ങൾ ഒന്ന് ചെയ്തു തരണം എന്ന് പറയുന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 500-ന് മുകളിലുള്ള ലൈക്സ് ആണ് ഈ ഒരു വീഡിയോയ്ക്ക്. ആരൊക്കെയാണ് ഈ ചലഞ്ചിലേക്ക് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കടന്നു വരാം ഇതിനകത്തിലേക്ക്. ഇതിൻ്റെ 10 ദിവസത്തെ കളക്ഷനായി പുറത്തു വരുന്നത് വേൾഡ് വൈഡായിട്ട് സിനിമ 48 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇന്ന് 11-ാം ദിവസമാണ്. ഇന്ന് ഇതേ സമയമായപ്പോഴത്തേക്ക് സിനിമ 50 കോടിക്ക് മുകളിലെത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, തുടർച്ചയായി 3 വർഷങ്ങളിൽ മമ്മൂട്ടി 50 കോടി ക്ലബിൽ കയറുന്ന സുവർണ നിമിഷമാണ് ഇത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന എമൗണ്ടും ഈ സിനിമയ്ക്ക് തന്നെയാണ്. അപ്പോൾ കളക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 10 ദിവസം കൊണ്ട് ലഭിച്ചിരിക്കുന്നത് 20 കോടിയാണ് എന്നുള്ളതാണ്. ഇന്നലെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 1.25 കോടിയോളമാണ് ഇന്നലത്തെ ട്രാക്ഡ് കളക്ഷൻസ് മുഖാന്തരം സിനിമയ്ക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സിനിമ മിന്നിക്കുന്ന ഒരു കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 6 കോടിയോളമാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. തെലുങ്ക് പതിപ്പ് കഴിഞ്ഞ ദിവസം 23-ാം തീയതി റിലീസ് ചെയ്തു. 23-ാം തീയതിത്തെ കളക്ഷൻ മാത്രമായിട്ട് 50 ലക്ഷത്തിന് മുകളിലേക്കാണെന്നറിഞ്ഞു. 24-ാം തീയതിത്തെ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. 6000-ന് മുകളിലുള്ള ഓൺലൈൻ ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളൊരു വാർത്തകൾ നമ്മൾ ഇന്നലെ കേട്ടിരുന്നു. ആദ്യ ദിനം 5000-നടുത്തായിരുന്നുവെങ്കിൽ 2-ാം ദിവസം അതിന് മുകളിലേക്കുള്ള ടിക്കറ്റുകൾ കാണുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം 1 കോടിക്ക് മുകളിലായിരിക്കും തെലുങ്കിൽ നിന്ന് മാത്രമായിട്ടുള്ള തെലുങ്ക് പതിപ്പിൻ്റെ കളക്ഷൻ എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ സിനിമ 6.5 കോടിക്ക് മുകളിലേക്ക് വരുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. എന്തായാലും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് 5 കോടി 60 ലക്ഷം രൂപയാണ് സിനിമയുടെ 10-ാം ദിവസം വരെയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 26 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും ഓവർസീസിൽ നിന്ന് സിനിമയ്ക്ക് നമുക്കറിയാം, ഇതിനോടകം തന്നെ 23 ലക്ഷം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. മൊത്തം സിനിമ ഇതുവരെ നേടിയിരിക്കുന്ന 10 ദിവസങ്ങൾ കൊണ്ട്, ഇന്ന് 11-ാം ദിവസമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, 48 കോടി 6 ലക്ഷം രൂപയാണ് എന്നുള്ളതാണ്. ഇന്നലെയും സിനിമയ്ക്ക് അഡ്വാൻസ് ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്നത് 41,000-ന് മുകളിലാണ് ബുക്ക് മൈ ഷോയിൽ. ഇവിടെ മികച്ച സിനിമകൾ, 5ഓളം മികച്ച സിനിമകൾ നിറഞ്ഞോടുമ്പോൾ അതിനിടയിലൂടെ തന്നെയാണ് ഈ സിനിമകളെല്ലാം തന്നെ ഇത്രയും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുന്നത്. സോളോ റിലീസ് അല്ല എന്നുള്ളതാണ് ഈ എല്ലാ സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അതേപോലെ തന്നെ ഫൺ എലിമെൻറ്റും പ്രണയ എലിമെൻറ്റും ഒക്കെയുള്ള സിനിമകൾക്ക് ചുറ്റും നിന്നിട്ട് ഇതേപോലെയുള്ള ഒരു മിസ്റ്ററി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ത്രില്ലർ നേടുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിഗംഭീരം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയാം, കണ്ടിറങ്ങുന്നവർക്ക് ഒറ്റ വാക്ക് തന്നെയാണ്, എല്ലാ സിനിമകളും നല്ലതാണ്, പക്ഷേ ഇതിലേറ്റവും മികച്ചു നിൽക്കുന്നത് ഭ്രമയുഗം തന്നെ എന്നുള്ളത്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കൊടൂരമായിട്ടുള്ള മാസ്മരിക പ്രകടനം തന്നെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സിനിമ ഇന്ന് 50 കോടി ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.